ILCയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് സീരീസിലെ രണ്ടാമത്തെ ദിവസമാണ്. മാർക്കറ്റിംഗിൽ നിരവധിയായ ആളുകളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ വാൻസും നീഡ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ എങ്ങനെ മോട്ടിവേറ്റഡ് ആകുന്നു ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. അപ്പോൾ കൺസ്യൂമർ മോട്ടിവേഷൻ മാർക്കറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം കൺസ്യൂമർ മോട്ടിവേഷൻ പറയുമ്പോൾ മോട്ടിവേഷനെക്കുറിച്ച് തന്നെ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. മോട്ടിവേഷനാണ് അതിനകത്തെ ഒരു എലമെൻറ്റ്. അപ്പോൾ മോട്ടിവേഷണൽ തിയറീസ് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് തിയറീസ് ഉണ്ട്. ഒന്ന് കോണ്ടൻറ്റ് തിയറീസും രണ്ട് പ്രോസസ് തിയറീസും. കോണ്ടൻറ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് വാട്ട് മോട്ടിവേറ്റ്, എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നതാണ് കോണ്ടൻറ്റ് തിയറിക്കകത്ത് നമ്മൾ പറയുന്നത്. വാട്ട് മോട്ടിവേറ്റ്സ്, അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് നീഡ്സ് ആണ്, ആവശ്യങ്ങളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. കൺസ്യൂമർ മോട്ടിവേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസ്യൂമർ നീഡ്സ്. മാർക്കറ്റിംഗും അത് തന്നെയാണ് ചെയ്യുന്നത്, സാറ്റിസ്ഫൈയിങ് കൺസ്യൂമർ നീഡ്സ്. അപ്പോൾ ഇതിനകത്ത് കോണ്ടൻറ്റ് തിയറീസ് മെയിനായിട്ട് 4 തരത്തിലുണ്ട്. 4 ആളുകളാണ്, മാർക്കറ്റിങ്ങിലെ 4 ആളുകളാണ് ഈ കോണ്ടൻറ്റ് തിയറീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ തിയറി രൂപകൽപ്പന ചെയ്തത് എബ്രാമിച്ച് മാസ്ലോയാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ എബ്രാമിച്ച് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി നമുക്ക് പറഞ്ഞു തന്നു. രണ്ടാമത്തെ തിയറിയാണ് ആൽഡർഫ്രെഡ്സ് ERG തിയറി, എക്സിസ്റ്റൻസ് റിലേറ്റൻസ് ഗ്രോത്ത്. പിന്നീട് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്. അവസാനമായി മക്ലെലൻസിൻ്റെ നീഡ് തിയറിയും ഉണ്ട്. 4 തിയറീസ്. അപ്പോൾ ഒന്നാമത്തെ തിയറി ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഈ മോട്ടിവേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു തിയറി അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രാമിച്ച് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. നീഡ് ഹൈറാർക്കി തിയറിക്കകത്ത് മാസ്ലോ മെയിനായിട്ട് 5 തരത്തിലുള്ള നീഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ നീഡ്സാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളാണത്. ഒരു മനുഷ്യന് ബേസിക്കായിട്ട് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, അല്ലെങ്കിൽ ശ്വസിക്കാൻ വായു വേണം, അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള നീഡ്സ് വേണം, ക്ലോത്ത്സ് വേണം. അപ്പോൾ അതാണ് ഫിസിയോളജിക്കൽ നീഡ്. ഇനി രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി നീഡ്. ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അദ്ദേഹം സുരക്ഷിതത്തിന് വേണ്ടി ആവശ്യപ്പെടും. അല്ലെങ്കിൽ രണ്ടാമത്തെ നീഡ്സ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി നീഡ്സ് ആണ്. അതിനകത്തെ എക്സാമ്പിൾസ് ആണ് ജോബ് സെക്യൂരിറ്റി, ഇൻഷുറൻസ്, അതുപോലത്തെ നീഡ്സൊക്കെ ഈ സേഫ്റ്റി നീഡ്സിനകത്ത് വരുന്നതാണ്. അതിനുശേഷം ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ നീഡ്സ് ആണ്. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മറ്റുള്ള ആളുകളുമായി ഇടപഴകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സോഷ്യൽ നീഡ്സിനകത്ത് വരുന്നതാണ് ഈ ക്ലബ്ബുകളെ, ഫ്രണ്ട്ഷിപ്പ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ, റിലേഷൻഷിപ്സ് എല്ലാം ഈ സോഷ്യൽ നീഡ്സിനകത്ത് വരുന്നതാണ്. ഇനി അതിനുശേഷമുള്ള ഒരു നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റീം നീഡാണ്. എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുന്നു. അപ്പോൾ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒന്നാമനാകാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു സാമൂഹിക സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലബ്ബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് ആകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകും. അതാണ് എസ്റ്റീം നീഡ്. പവറിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് നീഡാണ്. എബ്രാമിച്ച് മാസ്ലോ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് നീഡാണ് ഇത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ അവാർഡ് ഫംഗ്ഷനിലൊക്കെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ഒരു മലയാളത്തിൽ ഇച്ചിലൂടെ പറയുകയാണെങ്കിൽ സമാധിയിൽ ആകുക എന്നൊക്കെ പറയും. അത് ഉയർന്ന തലമാണ് നീഡിൻ്റെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന നീഡാണ് അത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതാണ് എബ്രാമിച്ച് മാസ്ലോ പറഞ്ഞിരുന്ന നീഡ് ഹൈറാർക്കി തിയറി. ഇനി രണ്ടാമത്തെ തിയറിയാണ് ആൽഡർഫ്രെഡ്സ് ERG തിയറി. അതിനകത്ത് പറയുന്ന 3 വാക്കുകളാണ് ERG. E ഫോർ എക്സിസ്റ്റൻസ്, R ഫോർ റിലേറ്റഡ്നെസ്, G ഫോർ ഗ്രോത്ത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഈ എബ്രാമിച്ച് മാസ്ലോയുടെ തിയറി അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് തിയറി അറിയാം. പക്ഷേ ഈ കോണ്ടൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ നീഡ് ബേസ്ഡ് തിയറിയാണ്. ഇപ്പോൾ ഇത് എങ്ങനെ ഒരു തിയറി മറ്റൊരു നീഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം. അതാണ് ഈ വീഡിയോയുടെ USP. അപ്പോൾ അത് ആൽഡർഫ്രെഡ്സ് ERG തിയറി നോക്കി. ഇനി അടുത്തതാണ് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി ഉണ്ട്. അദ്ദേഹം 2 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സും 2 മോട്ടിവേഷണൽ ഫാക്ടേഴ്സും. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ആണ്. രണ്ടാമത്തേത് സാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയും. ഇനിയും അവസാനത്തായിട്ട് മക്ലെലൻസിൻ്റെ തിയറിയാണ്, നീഡ് തിയറിയാണ്. അദ്ദേഹം അതിനകത്ത് 3 ടൈപ്പ് ഓഫ് നീഡ് പറയുന്നുണ്ട്.
അഫിലിയേഷൻ, രണ്ടാമത് പവർ, മൂന്നാമത് അച്ചീവ്മെൻറ്റ്, 3 ടൈപ്പ് ഓഫ് നീഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഓരോ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി തരാം. അപ്പോൾ ഇത് തിയറിയായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട 2 ടൈപ്പ് ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവൽ നീഡ്സും ഉണ്ട്, ഹയർ ലെവൽ നീഡ്സും ഉണ്ട്. ലോവർ ലെവൽ നീഡ്സിനകത്ത് വരുന്നതാണ് ഈ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും ഈ സോഷ്യൽ നീഡും ഒക്കെ. ഇനിയും ഹയർ ലെവലിനകത്ത് വരുന്നതാണ് ഈ എസ്റ്റീം നീഡ്സും പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിയും ആൾഡർഫേഴ്സിൻ്റെ ERG തിയറിയും കൂടെ ബന്ധപ്പെടുത്താം. അപ്പോൾ ഈ എക്സിസ്റ്റൻസിനകത്ത് വരുന്നതാണ്, ERGക്കകത്ത് എക്സിസ്റ്റൻസിനകത്ത് വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡും ദെൻ സേഫ്റ്റി നീഡും. ഇനി റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരായിട്ടുള്ള ബന്ധം അതുമായിട്ട് വരുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള മാസ്ലോയുടെ തിയറിയാണ് ഈ റിലേറ്റഡ് സോഷ്യൽ നീഡ്സ്. ഇനിയും അവസാനമായിട്ട് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം മാസ്ലോയുടെ എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും വരും. അപ്പോൾ ഇതാണ് ഈ ആൾഡർഫേഴ്സ് ERG തിയറിയും മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയും തമ്മിലുള്ള ബന്ധം. ഇനിയും നമുക്ക് ഈ ബേസിക്കായിട്ടുള്ള ഈ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയാണ് നമ്മൾ ബാക്കിയുള്ള തിയറീസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് നോക്കേണ്ടത് ഈ ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയാണ്. 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മെയിൻ്റനൻസ് ഫാക്ടേഴ്സും ഉണ്ട്, 2 മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് ഈ ഫിസിയോളജിക്കൽ നീഡും ദെൻ സെക്യൂരിറ്റി നീഡും മൂന്നാമത്തെ സോഷ്യൽ നീഡ്സും എല്ലാം. ഇപ്പോൾ മെയിനായിട്ട് ഈ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞത് സാലറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ അവിടെ നിലനിൽക്കത്തുള്ളൂ. മെയിൻ്റെനൻസ് ആണ് ഇതൊക്കെ വരുന്നത്, ഈ ഫിസിയോളജിക്കലും ഈ സേഫ്റ്റിയും പിന്നീട് വരുന്നത് സോഷ്യൽ നീഡും എല്ലാം. ഈ മോട്ടിവേറ്റേഴ്സ് ഇനി ഉയർന്ന തലത്തിലുള്ളതാണ് ഈ എസ്റ്റീം നീഡ്സ്, റെക്കഗ്നീഷനും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും ഒക്കെ ഈ ഇതിനകത്ത് വരുന്നതാണ്, ഈ മോട്ടിവേഷണൽ നീഡ്സിനകത്ത് വരുന്നതാണ്. ഇനി അവസാനമായിട്ട് മക്ലെലൻസിൻ്റെ 3 ടൈപ്പ് ഓഫ് നീഡ്സ് ഉണ്ട്. ഒന്ന് നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, അവസാനം നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, 3 ടൈപ്പ്. അപ്പം പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴെ നല്ല വരുന്നത്, ഇത് ഈ സോഷ്യൽ നീഡ്സ് തൊട്ടും ഈ മാസ്ലോയുടെ സോഷ്യൽ നീഡ് തൊട്ട് മുകളിലോട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം ഒന്നാമത്തത് മാസ്ലോയുടെ സോഷ്യൽ നീഡ് ഇതുമായിട്ട് ഈ മക്ലെലൻസിൻ്റെ നീഡ് തിയറി വരുമ്പം നീഡ് ഫോർ അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സോഷ്യൽ നീഡ്. പിന്നെ പവർ വരുമ്പോൾ മാസ്ലോയുടെ എസ്റ്റീം നീഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവസാനത്തെയാണ് ഈ അച്ചീവ്മെൻറ്റ് വരുന്നത് മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോണ്ടന്റ് തിയറി. മെയിനായിട്ട് 4 തിയറി ഉണ്ട്. വാട്ട് മോട്ടിവേറ്റ്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് നീഡ്സ്. അപ്പോൾ ഈ 4 തിയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതൊക്കെയാണ് കോണ്ടന്റ് തിയറീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രഹാമിച്ച് മാസ്ലോയുടെ ഈ നീഡ് ഹൈറാർക്കി തിയറി, രണ്ടാമത് ആൾഡർഫേഴ്സിൻ്റെ ERG തിയറി, മൂന്നാമത് ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, നാലാമത് മക്ലെലൻസിൻ്റെ നീഡ് തിയറി. അപ്പോൾ നമ്മൾ കോണ്ടന്റ് തിയറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനിയും പ്രോസസ് തിയറി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.